സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം തന്നെ അപ്പത്തിന്റെ രൂപത്തിൽ എളിമപ്പെടുത്തി. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അത്രമാത്രം സ്നേഹിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്നത് സ്നേഹത്തെ തന്നെയാണ്. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം പെസഹ ആചരിക്കുകയാണ്. പെസഹ എന്ന വാക്കിന് കടന്നുപോക്ക് എന്നാണ് അർത്ഥം. പെസഹ ആചരണത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിന്റെയും സംഹാരദൂതനിൽ നിന്നുള്ള രക്ഷയുടെയും തിടുക്കപ്പെട്ടുള്ള പലായനത്തിന്റെയും ദൈവവുമായുള്ള ഉടമ്പടിയുടെയും ഒക്കെ ഓർമ്മ പുതുക്കലാണ് പെസഹ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് തങ്ങളെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ പെസഹ ആചരണവും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പെസഹായ്ക്ക് പുതിയൊരർത്ഥവും വ്യാപ്തിയും നൽകുന്ന യേശു ക്രിസ്തുവിനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. പെസഹ ആചരണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും യേശു മുന്നമേ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആദ്യ വാക്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഗുരുവിന്റെ നിർദ്ദേശാനുസരണം തന്നെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. ശിഷ്യന്മാരും ഒന്നിച്ച് പന്തിയിലിരിക്കുമ്പോൾ അവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് യേശു. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ദൈവഹിതമാണ് തന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എന്നറിയാമെങ്കിലും തന്നെ ഒറ്റുകൊടുക്കുന്നവൻ കൂടെ നടന്നവരിൽ ഒരുവനാണ് എന്ന ചിന്ത ആ ഗുരുവിന്റെ ചങ്ക് തകർക്കുന്നുണ്ടാകാം. ശിഷ്യന്മാരുടെ സ്ഥിതിയും വിഭിന്നമല്ല. ഓരോരുത്തരും ഞാനോ കർത്താവേ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ആകരുതേ ദൈവമേ എന്ന പ്രാർത്ഥന ഓരോ മനസ്സിലും ഉയരുന്നുണ്ടാവാം. തങ്ങളിൽ വലിയവൻ ആരാണെന്ന തർക്കവും സ്ഥാനമോഹവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഗുരു എന്നതിലുപരി തങ്ങളെ ചങ്കോട് ചേർത്ത് കൊണ്ടു നടന്ന യേശു എന്ന നസ്രയത്തുകാരനെ ഒറ്റക്കൊടുക്കുവാൻ മാത്രം ഹൃദയകാഠിന്യം തങ്ങളിൽ ആർക്കും ഉണ്ടെന്നവർ ചിന്തിച്ചില്ല. യൂദായും ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നീ തന്നെ എന്ന് യേശു പറയുന്നത് ഒരു തിരിച്ചുവരവിനുള്ള അവസരം അവന് കൊടുത്തുകൊണ്ടാവാം. തന്നെ കാണിച്ചു കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവരും ഒക്കെ ഉണ്ടെന്ന വ്യക്തമായ ധാരണയോടെയാണ് കർത്താവ് പെസഹ അവരോടൊപ്പം ആചരിക്കാനിരുന്നത്. കൃതാർത്ഥതയോടെ അവനത് പൂർത്തീകരിക്കുകയും ചെയ്തു. സാധാരണയായി ആചരിച്ചു വന്ന പെസഹ അല്ല അന്ന് കർത്താവ് ആചരിച്ചത്. പെസഹായ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ നൽകുന്നതിലൂടെ പുതിയ ഒരു കൂദാശ സ്ഥാപിക്കുകയാണവൻ. വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ സ്ഥാപനം. അടുത്ത ദിവസം താൻ നുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യേണ്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൂർവ്വപിതാക്കന്മാർ ആചരിച്ചു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞാടിന്റെ സ്ഥാനത്ത് അവൻ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അന്ന് കുഞ്ഞാടിന്റെ രക്തം വാതിൽപ്പടികളിൽ തളിച്ചതിലൂടെ ഇസ്രായേൽ ജനത്തെ വിട്ട് സംഹാരദൂതൻ ഒഴിഞ്ഞു പോയെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിൽ ലോകത്തിന്റെ പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു തന്റെ സ്വന്തം രക്തത്തിലൂടെ നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിക്കുന്നു. അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിക്കൊണ്ട് ഇതെന്റെ ശരീരമാണെന്നും വീഞ്ഞു പകർന്ന് സ്തോത്രം ചൊല്ലി ഇതെന്റെ രക്തമാണെന്നും പറഞ്ഞ് ശിഷ്യർക്ക് നൽകുമ്പോൾ അവൻ സ്വയം ബലിയായി സമർപ്പിക്കുകയാണ്. സ്നേഹമെന്നാൽ മറ്റുള്ളവർക്ക് നിത്യജീവൻ ലഭ്യമാക്കാൻ വേണ്ടി സ്വയം മുറിക്കപ്പെടുകയും പകരപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് യേശു തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. പിതാവിന്റെ ഇഷ്ടത്തോടുള്ള ആത്യന്തികമായ അനുസരണമാണ് യേശു കാണിച്ചത്. ഈ സമർപ്പണമാണ് കഠിനമായ വ്യഥകളുടെ മധ്യത്തിലും നിലനിൽക്കുവാൻ കർത്താവിനെ ധൈര്യപ്പെടുത്തിയത്. പഴയ നിയമത്തിലെ ആവർത്തിക്കേണ്ടിയിരുന്ന രക്തബലികളാൽ ലഭ്യമാകാത്ത പാപമോചനവും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവുമാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ രക്തത്താൽ സാധ്യമായതെന്ന് എബ്രായ ലേഖനത്തിൽ കാണുന്നു. തന്റെ സ്നേഹത്തെ നിരസിച്ച യൂദയ്ക്ക് പോലും സ്വയം കുർബാനയായി നൽകപ്പെടുന്നതിലൂടെ ജീവൻ നൽകുന്ന സ്നേഹമാണ് കർത്താവ് പ്രദർശിപ്പിച്ചത്. പിതാവിന്റെ രാജ്യത്തിൽ ഉണ്ടാകുന്ന മഹത്തായ പന്തിഭോജനത്തെ കുറിച്ചുള്ള പ്രത്യാശയും ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. കുർബാന വെറും ഒരു ആചാരമല്ല, മറിച്ച്
കർത്താവിന്റെ മരണത്തിന്റെ സ്മരണയും പ്രഖ്യാപനവുമാണെന്നും അയോഗ്യമായി അത് സ്വീകരിക്കരുതെന്നും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വയം ശോധന ചെയ്തു വേണമത്രേ ഈ ശരീരരക്തങ്ങളെ സ്വീകരിക്കുവാൻ. അല്ലെങ്കിൽ യേശുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നാമും കുറ്റക്കാരായി എണ്ണപ്പെടുമെന്നും തിരുവചനം പറയുന്നു. ഇന്ന് നാമും പെസഹ ആചരിക്കുകയാണ്. മിസ്രയീമിലെ സംഹാരകന്റെ ഒഴിഞ്ഞുപോക്കോ വിമോചനമോ സീനായ് മലയിലെ ഉടമ്പടിയോ ഒന്നുമല്ല. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ സ്വയം ബലിയാടായി തീർന്ന ക്രിസ്തുയേശുവിന്റെ ഓർമ്മയിലാണത്. ആ വാഴ്ത്തുകൾ നാം ഓരോരുത്തരോടും ഇന്നും സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ശരീരം നുറുക്കിയതും രക്തം ചിന്തിയതും നിനക്ക് വേണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ മന്ദസ്വരം കേൾക്കുവാൻ കാതുകളെ ഒന്ന് ഒരുക്കാം. വിശുദ്ധ കുർബാനകൾ വെറും ആചാരവും അനുഷ്ഠാനവുമായി മാറുന്നുവോ എന്ന് ചിന്തിക്കാം. കൊടിയ പീഡനത്തിന്റെ നടുവിലും ആദിമസഭയെ ശക്തിപ്പെടുത്തിയത് ഈ വിശുദ്ധ സംസർഗമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അവസരങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധ കുർബാനയെ അലക്ഷ്യമാക്കി കടന്നുപോയ കുറവുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം. ജീവിതത്തിൽ സംഭവിച്ചതായ ചില ഒറ്റിക്കൊടുക്കലുകളെ, അകറ്റി നിർത്തലുകളെ, തള്ളിപ്പറയലുകളെ ഒക്കെ ഒന്ന് പുനഃപരിശോധിക്കാം. നമ്മെ തന്നെ ജീവനുള്ള യാഗമായി ആ കാൽവരിയിൽ ഒന്ന് അർപ്പിക്കാം. ജീവൻ നൽകുന്ന ആ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കുവാൻ, ആ വാഴ്ത്തുകളെ ഒരിക്കൽ കൂടി സ്മരിക്കുവാൻ, വിശുദ്ധ ബലിയിൽ പങ്കുകാരാകുവാൻ നമുക്കും ഒരുങ്ങാം. ഓരോ കുർബാന സ്വീകരണത്തിലൂടെയും നുറുക്കപ്പെടുവാനും ചിന്തപ്പെടുവാനും കുർബാനയായി മാറുവാനുമുള്ള ആ വിളിക്ക് മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം, നുറുക്കപ്പെടാം, ചിന്തപ്പെടാം, സ്വയം കുർബാനയാകാം. അങ്ങനെ ലോകത്തിന് ജീവൻ നൽകുന്ന സ്നേഹത്തിന്റെ സാക്ഷികളാകാം. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. അപ്പവും വീഞ്ഞുമായി തിരുശരീര രക്തങ്ങളെ ഞങ്ങൾക്ക് പങ്കിട്ടു തന്ന കർത്താവേ, ഞങ്ങളിലെ അയോഗ്യതകളെ നീക്കി വിശുദ്ധിയോടും ഒരുക്കത്തോടും വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകുവാനും അവിടുത്തെ ജീവൻ നൽകുന്ന സ്നേഹം അനുഭവിക്കുവാനും ലോകത്തിന് അത് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ. ആമേൻ.